കർണാടക ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായുള്ള തിരച്ചിൽ ഗംഗാവാലി പുഴയിൽ തുടരുന്നു. സോണാറും മെറ്റൽ ഡിറ്റക്ടറും ഉപയോഗിച്ചാണ് പരിശോധന. തിരച്ചിലിന് കരനാവികസേനയും NDRFുമാണ് നേതൃത്വം നൽകുന്നത്. വിവരങ്ങളുമായി അതുല്യ ചേരുന്നു. അതുല്യ, മണ്ണിൽ അർജുന്റെ ലോറി ഇല്ല എന്ന് സൈന്യം ഉറപ്പുവരുത്തിയിട്ടുണ്ടായിരുന്നു. പുഴയിൽ തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. ഏത് രീതിയിലുള്ള അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് പുഴയിൽ തിരച്ചിൽ നടത്തുന്നത്? പ്രതീക്ഷ പകരുന്ന എന്തെങ്കിലും വാർത്തകൾ ഷിരൂരിൽ നിന്ന് നമുക്ക് നൽകാൻ സാധിക്കുമോ? അനുപ്രിയ, നിലവിൽ അർജുനെ കാണാതായിട്ട് ഒരാഴ്ച പിന്നിടുമ്പോൾ കരയിലെ പരിശോധന പൂർണ്ണമായും അവസാനിപ്പിച്ചിരിക്കുകയാണ്. അവസാനമായി ഡോഗ് സ്ക്വാഡ് സ്ഥലത്തെത്തിയിരുന്നു. ഇപ്പോൾ പരിശോധന പൂർത്തിയാക്കി ഡോഗ് സ്ക്വാഡും സ്ഥലത്ത് നിന്ന് മടങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ 16-ാം തീയതി രാവിലെ 8:45 മണ്ണിടിച്ചിലുണ്ടായത് 16-ാം തീയതിയാണ്. അന്ന് തൊട്ട് ഇപ്പോൾ അടുത്ത ചൊവ്വാഴ്ചയിലേക്ക് എത്തിയിരിക്കുന്നു. ഇപ്പോൾ പൂർണ്ണമായും കരയിൽ നിന്നുള്ള മണ്ണ് മാറ്റിയുള്ള പരിശോധന അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇനിയുള്ള ഒരു പ്രതീക്ഷ എന്നത് ഈ മണ്ണ്, മലയിൽ നിന്ന് ഇറങ്ങി വന്ന മണ്ണ് നേരെ പുഴയുടെ തീരത്തോട് ചേർന്ന് പുഴയിലേക്ക് വീണ് കിടക്കുന്നുണ്ട്. അതിനടിയിൽ ഒരു പക്ഷേ അർജുൻ ഈ മണ്ണ് വരുന്ന ആ ഒരു ശക്തിയിൽ അതിനൊപ്പം ഒലിച്ചുപോയി അവിടെ ഉണ്ടാകാം എന്നാണ് ഒരു പ്രതീക്ഷ നിലനിൽക്കുന്നത്. ഇതിനു മുൻപ് മറ്റൊരു ടാങ്കർ ലോറി കണ്ടെത്തിയത് 8 കിലോമീറ്ററുകളോളം അപ്പുറം നിന്നായിരുന്നു. അത്തരത്തിലൊരു സാധ്യതയിലേക്ക് പോകുന്നതിന് മുൻപ് നദീ തടത്തോട് ചേർന്നാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. നിലവിൽ ഈ നദീ തടത്തോട് ചേർന്ന് ഒരു 40-45 മീറ്റർ മാറി വലിയ മൺകൂനകൾ ഉണ്ടായിട്ടുണ്ട്. ഒരു ആകൃതിയിൽ വളരെ ഉയരത്തിൽ 11 അടി താഴ്ചയാണ് ഈ പറയുന്ന മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്ത് ഗംഗാവലി പുഴയ്ക്ക് ഉണ്ടെന്ന് കണക്കാക്കപ്പെടുന്നത്. ആ 11 അടി താഴ്ചയിൽ നിന്നും പുറത്തേക്ക് കാണാവുന്ന രീതിയിൽ വലിയ മൺകൂനകൾ തന്നെ ഈ പുഴയിൽ രൂപപ്പെട്ടിട്ടുണ്ട്. അതിനാൽ തന്നെ ഈ മൺകൂനകളിൽ ഏതിൻ്റെയെങ്കിലും ഉള്ളിൽ ഒരു പക്ഷേ അർജുനും അർജുൻ്റെ ട്രക്കും ഉണ്ടായിരിക്കാം എന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഈ നദിയിലെ തിരച്ചിൽ ആരംഭിച്ച് അല്ലെങ്കിൽ തിരച്ചിൽ പുരോഗമിക്കുന്നത്. നിലവിൽ ഈ 45 മീറ്റർ മാറി മൺകൂനയ്ക്കുള്ളിൽ നിന്ന് ഒരു ലോഹ സിഗ്നൽ ലഭിച്ചതായി വിവരമുണ്ട്. ആ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ സ്കൂബ ഡൈവിംഗ് സംഘവും അതുപോലെ തന്നെ നേവിയും NDRFും ഗംഗാവലി പുഴയിൽ പരിശോധന നടത്തുന്നത്. അതിനപ്പുറം കരയിലെ തിരച്ചിലിൽ ഇനി വലിയ പ്രതീക്ഷയൊന്നും ഇല്ല എന്ന രീതിയിൽ തന്നെയാണ് നിലവിൽ അവിടെ നിന്ന് പുറത്തു വരുന്ന വിവരങ്ങൾ. ഡീപ്പ് മെറ്റൽ റിസർച്ച് ഡിറ്റക്ടർ മാത്രമല്ല, അതോടൊപ്പം ഇപ്പോൾ ഒരു എക്സ്കവേറ്റർ കൂടി കൊണ്ടുവന്നുകൊണ്ടാണ് നദിയിലെ പരിശോധന പുരോഗമിക്കുന്നത്. ഈ പുരാവസ്തു വകുപ്പെല്ലാം ഉപയോഗിച്ചിരുന്ന രീതിയിലുള്ള മറ്റൊരു അണ്ടർ വാട്ടർ എക്സ്കവേറ്ററാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഇനി ഡൽഹിയിൽ നിന്ന് അരമണിക്കൂറിനകം മറ്റ് ചില ഉപകരണങ്ങൾ കൂടി എത്തിക്കുമെന്നാണ് അറിയുന്നത്. ഏതാണ്ട് ഡ്രഡ്ജിങ് പോലുള്ള സാങ്കേതികവിദ്യകൾ ഉപയോഗിച്ച് കണ്ട് ഒറ്റയടിക്ക് ഒരേ ഒരു പോക്കിൽ തന്നെ 60 മീറ്ററിലധികം മണ്ണ് ഡ്രഡ്ജ് ചെയ്തുകൊണ്ട് പുറത്തേക്ക് കളയാൻ സാധിക്കുന്ന രീതിയിലുള്ള അത്യാധുനിക ഡ്രഡ്ജിങ് ഉപകരണങ്ങൾ അടക്കമുള്ളവ ഡൽഹിയിൽ നിന്ന് എത്തിക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. ഏതാണ്ട് അരമണിക്കൂറിനുള്ളിൽ അവ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നിലവിൽ ഈ കാലാവസ്ഥ ഒരു വെല്ലുവിളി ആയില്ലെങ്കിൽ നദിയിലെ തിരച്ചിൽ കുറച്ചുകൂടി വേഗതയിൽ തുടരാനാകും. കാരണം കരയിൽ നിന്ന് മണ്ണ് മാറ്റുന്നത് തന്നെ വളരെയധികം ദുഷ്കരമായിരുന്നു. അതിലും എത്രയോ ദുഷ്കരവും അതോടൊപ്പം തന്നെ വെല്ലുവിളി നിറഞ്ഞതുമാണ് നദിയിലെ ഈ രക്ഷാപ്രവർത്തനം എന്ന് പറയുന്നത്. അങ്കോളയിലെ ഷിരൂരിലെ കാലാവസ്ഥയാകട്ടെ തീരെ പ്രെഡിക്റ്റബിൾ അല്ലാത്ത, പ്രവചനാതീതമായ ഒരു കാലാവസ്ഥയാണ്. ഇന്ന് രാവിലെ ആദ്യമെല്ലാം കനത്ത മഴയായിരുന്നെങ്കിലും പിന്നീട് ഇങ്ങോട്ട് തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു. അതേസമയം ഇന്ന് ഉച്ചയ്ക്ക് ഏതാണ്ട് ഒരു 1:30-2 മണിക്ക് ശേഷം വളരെ അതിശക്തമായ കാറ്റ് വീശിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലാവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസം ഉറപ്പിച്ചുകൊണ്ട് നദിയിലേക്ക് ഇറങ്ങാനും കഴിയില്ല. കാരണം ഷിരൂർ മലപ്രദേശത്ത് വളരെയധികം വലിയ രീതിയിൽ മഴ വർഷിക്കുന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഏത് നിമിഷം വേണമെങ്കിലും ഒരു മലവെള്ളപ്പാച്ചിലിനെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം ഗംഗാവലി പുഴയിൽ രക്ഷാപ്രവർത്തനത്തിനിറങ്ങുക. അതുകൊണ്ട് തന്നെ ഓരോ മഴ പെയ്യുമ്പോഴും ഈ നദിയിലെ വെള്ളം പൊങ്ങുന്നുണ്ടോ, ജലനിരപ്പ് ഉയരുന്നുണ്ടോ, മലവെള്ളപ്പാച്ചിലുണ്ടാകാൻ സാധ്യതയുണ്ടോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അന്വേഷിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ എവിടെയെങ്കിലും ഈ 240 മീറ്റർ മണ്ണാണ് ഇടുങ്ങിയിരിക്കുന്നത്. 600 മീറ്റർ മണ്ണിടിയാൻ സാധ്യതയുണ്ട്. ഇവിടങ്ങളിൽ നിന്നെല്ലാം പാറക്കഷ്ണങ്ങൾ അടക്കമുള്ളവ പൊട്ടിയൊലിച്ച് വരുന്നുണ്ടോ, ഇതെല്ലാം നദിയിലെ രക്ഷാപ്രവർത്തകർ ആലോചിക്കേണ്ടതുണ്ട്. അതോടൊപ്പം നദിയിലെ നീരൊഴുക്ക് ഇപ്പോഴും കുറഞ്ഞിട്ടില്ല. അത്യാവശ്യം വളരെ നല്ല രീതിയിൽ തന്നെ അടിയൊഴുക്കുള്ളൊരു പ്രദേശം കൂടിയാണ്. 11 അടി താഴ്ച എന്ന് പറയുമ്പോൾ ഊഹിക്കാവുന്നതേ ഉള്ളൂ ഏറ്റവും അടിയിലേക്ക് എത്തുമ്പോൾ എത്ര കഠിനമായ രീതിയിൽ അടിയൊഴുക്ക് ഉണ്ടാകും എന്നത്. അതുകൊണ്ടെല്ലാം തന്നെ നദിയിലെ രക്ഷാപ്രവർത്തനം എന്ന് പറയുന്നത് കരയിലെ രക്ഷാപ്രവർത്തനത്തെക്കാളും കുറെ കൂടി വെല്ലുവിളികൾ നിറഞ്ഞതാണ്. ഇതും നിലവിൽ ഈ ഒരു ദൗത്യത്തെ
ദുഷ്കരമാക്കി തീർക്കുന്നുണ്ട്. ഇനി ഇതിൽ പറയാനുള്ള ഒരു വിവരം എന്ന് പറയുന്നത് ഈ അർജുൻ രക്ഷാ മിഷന്റെ ഹർജി ഇന്ന് കർണാടക ഹൈക്കോടതി പരിഗണിച്ചിരുന്നു. നേരത്തെ സുപ്രീം കോടതിയെ സമീപിച്ചപ്പോൾ കർണാടക ഹൈക്കോടതിയെ സമീപിക്കാനാണ് സുപ്രീം കോടതി നിർദ്ദേശിച്ചത്. അതിനെ തുടർന്ന് കർണാടക ഹൈക്കോടതിയിൽ നൽകിയ പൊതുതാൽപര്യ ഹർജിയിൽ കർണാടക ഹൈക്കോടതിയുടെ വിധി എന്ന് പറയുന്നത് അർജുൻ രക്ഷാ ദൗത്യത്തെക്കുറിച്ച് കേന്ദ്ര സർക്കാരും കർണാടക സർക്കാരും നാളെ തന്നെ അടിയന്തരമായ റിപ്പോർട്ട് നൽകണം എന്നതാണ്. അതിൽ തൽസ്ഥിതി റിപ്പോർട്ട് നാളെ തന്നെ ഇരു സർക്കാരുകളും സമർപ്പിക്കേണ്ടതാണ്. കേന്ദ്രം നിലവിൽ രക്ഷാദൗത്യത്തിൻ്റെ പുരോഗതിയെക്കുറിച്ച് ഹൈക്കോടതിയെ അറിയിച്ചു കഴിഞ്ഞു. എങ്കിലും വളരെ പെട്ടെന്ന് തന്നെ അർജുൻ്റെ കാണാതാകൽ അല്ലെങ്കിൽ ഈ ഷിരൂരിലെ മണ്ണിടിച്ചിൽ എന്ന് പറയുന്നത് നാം കരുതിയതിലും എത്രയോ ഗൗരവമുള്ള ഒരു വിഷയമാണ്. അതിനെ അതുപോലൊരു രീതിയിൽ സമീപിച്ചില്ല എന്ന രീതിയിലാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശങ്ങളെല്ലാം വന്നത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഇതുവരെ നടത്തിയ എല്ലാ പ്രവർത്തനങ്ങളുടെയും അവയുടെ പുരോഗതിയുടെയും അവയുടെ എല്ലാം ഫലം എന്തായിരുന്നു എന്നുള്ളതും ഉള്ള ഒരു അടങ്ങുന്ന തൽസ്ഥിതി റിപ്പോർട്ടുകൾ വെവ്വേറെയായി ഇരു സർക്കാരുകളും നാളെക്കകം നൽകണമെന്നാണ് കർണാടക ഹൈക്കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും മലയാളി രക്ഷാപ്രവർത്തകർ അടക്കമുള്ളവരെ ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം അങ്ങോട്ട് കടത്തി വിടുന്നില്ല. 3 കിലോമീറ്ററിനപ്പുറം ഇതിന് മുൻപ് കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്തിരുന്നത് പോലെ ഈ അപകടം നടന്ന ആ എക്സാക്റ്റ് പോയിന്റിന് 3 കിലോമീറ്റർ പരിധിയിൽ ബാരിക്കേഡുകൾ വെച്ച് തടഞ്ഞിരിക്കുകയാണ്. കേരളത്തിൽ നിന്ന് എൻ്റെ മുക്കം രക്ഷാപ്രവർത്തകരും അതുപോലെ തന്നെ കൂരാച്ചുണ്ട് റെസ്ക്യൂ ടീം അങ്ങനെ നിരവധി സന്നദ്ധ പ്രവർത്തകർ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇവരെ എല്ലാവരെയും തന്നെ ഈ 3 കിലോമീറ്ററിന് അപ്പുറത്ത് തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ഉച്ചയ്ക്ക് ശേഷം ആരെയും അവിടേക്ക് കടത്തി വിടുന്നില്ല എന്ന വിവരമാണ് അറിയാൻ കഴിഞ്ഞത്. അനുപ്രിയ. ശരി അതുല്യ.